നമ്മുടെ എ ഡി കളക്ഷനിൽ വരുന്ന അടുത്തൊരു മോഡലാണ്. ഇത് പിങ്കാണ് കേട്ടോ. റെഡ് ബാക്ക്ഗ്രൗണ്ട് വെച്ചതുകൊണ്ട് ഗ്ലാസ് ബീഡ് ആയതുകൊണ്ട് അത് റെഡായിട്ട് തോന്നുന്നതാണ്. പക്ഷെ നല്ലൊരു പിങ്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നെക്ലസ്സാണ്. നമുക്ക് ഈസി ടു ക്യാരിങ് ആണ് കേട്ടോ. വളരെ ഫ്ലെക്സിബിളാണ്. അങ്ങനെ ഒടിഞ്ഞു പോവുകയോ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു നെക്ലസ് സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു ഡയമണ്ട് സെറ്റാണ്. നല്ല ഭംഗിയുള്ള, ഞാൻ പറഞ്ഞില്ലേ പിങ്കാണ്, റെഡ് അല്ല. അത് പിങ്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മൈക്രോ ഫിനിഷിംഗ് ആണ്. നല്ല ഒറിജിനൽ ഒരു ഡയമണ്ട് സെറ്റിൻ്റെ റെപ്ലിക്കയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അമേരിക്കൻ ഡയമണ്ട് സെറ്റിൽ വരുന്ന അടുത്തൊരു കളക്ഷനാണ്. മൈക്രോ ഫിനിഷിങ്ങിൽ വൈറ്റും പിന്നെ ഗ്ലാസ് ബീഡായിട്ടുള്ള പിങ്കും. ഇപ്പോൾ വളരെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കളറാണ് പിങ്ക് ആൻഡ് മിൻറ്റ് ഗ്രീൻ. അപ്പോൾ ഇങ്ങനെ പിങ്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു നെക്ലസ് സെറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് വളരെ എലഗൻറ്റ് ലുക്ക് കിട്ടുന്ന ഒരു ജോഡി ഇയറിങ്സ് കൂടെ ഉണ്ട്. അപ്പോൾ സിമ്പിൾ ലുക്കിംഗ് ആണ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഈ അമേരിക്കൻ ഡയമണ്ട് സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ ഏകദേശം ഒരു 1000 എബോവ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് 800-ലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്കെല്ലാം വാങ്ങാൻ പറ്റും. നമ്മുടെ പേജിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പേജ് എല്ലാവരും വിസിറ്റ് ചെയ്യുക. അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരുന്ന സെറ്റാണ് മിൻറ്റ് ഗ്രീൻ. അതായത് പിങ്ക് വിത്ത് വൈറ്റും വൈറ്റ് വിത്ത് മിൻറ്റ് ഗ്രീനും കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ ഒരു ജോഡി നെക്ലസിൻ്റെ 2 കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എ ഡി കളക്ഷനിൽ വരുന്ന അടുത്ത നല്ല സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് പിങ്ക്, ബേബി പിങ്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ. അതായത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് കളർ ബേബി പിങ്കും മിൻറ്റ് ഗ്രീനും വൈറ്റും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് കിട്ടുന്നത് ഈ കളേഴ്സാണ്. ഇപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡുകളാണ് കൂടുതലായിട്ടും ഡയമണ്ട് സെറ്റുകളിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലൈറ്റ് കളേഴ്സ് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. പിന്നെ ഇതിപ്പോൾ നല്ലൊരു ശരിക്കും ഒരു ഡയമണ്ട് നെക്ലസിൻ്റെ റിപ്ലിക്ക പോലെ തോന്നുന്ന ഒരു നെക്ലസ്സാണ്. ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടെ, അതായത് നല്ലൊരു പിങ്ക് കൂടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എ ഡി കളക്ഷനിൽ വരുന്ന അടുത്തൊരു മോഡലാണ്. ഇത് പിങ്കാണ് കേട്ടോ. റെഡ് ബാക്ക്ഗ്രൗണ്ട് വെച്ചതുകൊണ്ട് ഗ്ലാസ് ബീഡ് ആയതുകൊണ്ട് അത് റെഡായിട്ട് തോന്നുന്നതാണ്. പക്ഷെ നല്ലൊരു പിങ്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നെക്ലസ്സാണ്. നമുക്ക് ഈസി ടു ക്യാരിങ് ആണ് കേട്ടോ. വളരെ ഫ്ലെക്സിബിളാണ്. അങ്ങനെ ഒടിഞ്ഞു പോവുകയോ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു നെക്ലസ് സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു ഡയമണ്ട് സെറ്റാണ്. നല്ല ഭംഗിയുള്ള, ഞാൻ പറഞ്ഞില്ലേ പിങ്കാണ്, റെഡ് അല്ല. അത് പിങ്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മൈക്രോ ഫിനിഷിംഗ് ആണ്. നല്ല ഒറിജിനൽ ഒരു ഡയമണ്ട് സെറ്റിൻ്റെ റെപ്ലിക്കയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സൈരന്ധ്രി കളക്ഷനിലെ എ ഡി കളക്ഷനിലെ അടുത്ത ഒരു മോഡലാണിത്. വൈറ്റ് വിത്ത് ബേബി പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു എ ഡി സെറ്റാണ്. വളരെ സിമ്പിൾ ലുക്കിംഗ് ഉള്ള ഒരു എ ഡി സെറ്റാണ്. ഇതിൻ്റെ ഇയറിങ്സ് ഒക്കെ കാണാൻ നല്ല സൂപ്പറായിട്ടുള്ള ഇയറിങ്സാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, നല്ല ഗുഡ് ലുക്കിംഗ് ആണ്. ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ തന്നെ നോക്കി അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി. നല്ല ഭംഗിയിൽ ലൈറ്റ് ബേബി പിങ്ക് വിത്ത് വൈറ്റ് മൈക്രോ ഫിനിഷിങ്സ് വരുന്ന ഡയമണ്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡയമണ്ട് സെറ്റാണ്. ശരിക്കും ഒരു ഒറിജിനൽ ഡയമണ്ട് നെക്ലസിൻ്റെ റെപ്ലിക്കയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിൽ ഈ ഒരൊറ്റ കളറേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. സൈരന്ധ്രി കളക്ഷൻസിൽ അടുത്തതായിട്ട് കൊണ്ടുവന്നതാണ് ബ്ലാക്ക് വിത്ത് വൈറ്റ് മൈക്രോ ഫിനിഷിങ്ങിൽ വരുന്ന എ ഡി സെറ്റ്. ഒറിജിനൽ ഡയമണ്ടിൻ്റെ കറക്റ്റ് റിപ്ലിക്കയാണ്. സത്യം പറഞ്ഞാൽ റിപ്ലിക്കയാണെന്ന് ആരും പറയില്ല, അത്ര ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇതിൻ്റെ ഇയറിങ്സ് വരുന്നത് ഇച്ചിരി ഹെവി ലുക്ക് തരുന്ന ഒരു ഇയറിങ്സാണ്. അതുകൊണ്ട് ഇയറിങ്സ് ചിലവർക്കൊന്നും ചെറിയ ഇയറിങ്സിനോട് താല്പര്യം ഉണ്ടാവില്ല. ഇതിൻ്റെ ആ പെൻഡൻറ്റിൻ്റെ അതേ മോഡൽ തന്നെയാണ് അതിൻ്റെ ഇയറിങ്സും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്ക് ഒരു കളറും കൂടെ അവൈലബിൾ ആണ്, പിങ്ക്.
ബ്ലാക്ക് വിത്ത് വൈറ്റ് പറഞ്ഞ പോലെ തന്നെ പിങ്ക് വിത്ത് വൈറ്റ് വരുന്നതും നല്ല ഭംഗിയാണ്. വളരെ ഫ്ലെക്സിബിളാണ് ഇത്. അങ്ങനെ ഒടിഞ്ഞു പോവുകയോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര വടി പോലെ ഇരിക്കുമോ അങ്ങനത്തെ ഒന്നുമല്ല, നല്ല ഫ്ലെക്സിബിളാണ്. ഇപ്പം നമുക്കിങ്ങനെ ചുരുട്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ഇയറിങ്സ് നെക്ലസ് സെറ്റാണ്. അതിൻ്റെ കൂടെ അതേപോലെ തന്നെ വരുന്ന ഒരു ഇയറിങ് സെറ്റുമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ AD സെറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളതൊക്കെ ഷോർട്സിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇഷ്ടപ്പെട്ടവർ വാങ്ങാനായിട്ട് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ DM ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, ബൈ.